ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മലപ്പുറം കിച്ചണിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാടൻ പലഹാരമായ നെയ്യപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെല്ലൈക്കൺ വരുമ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ പലഹാരമായ നെയ്യപ്പമാണ്. നെയ്യപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. പച്ചരിയാണ് ഇത്. 8 മണിക്കൂർ മുമ്പ് കുതിർത്തിയെടുത്ത പച്ചരിയാണ്. ഇത് സാധാ റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസോ ബസ്മതി റൈസൊക്കെ ഉപയോഗിക്കാം. ഇത് സാധാ ലോക്കൽ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നം വരില്ല. ഇത് ഞാൻ 8 മണിക്കൂർ മുമ്പ് കുതിർത്തിയെടുത്തതാണ്. ഇതിലെന്തെങ്കിലും കച്ചറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നുള്ളിപ്പെറുക്കിയ ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. ചുരുങ്ങിയത് 8 മണിക്കൂറെങ്കിലും കുതിരണം, എങ്കിലേ നെയ്യപ്പം നന്നായി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ നെയ്യപ്പം വൈകുന്നേരമാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ അരി കുതിർത്തി വെക്കുക. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്തി വെക്കാനായിട്ട്. എന്നിട്ട് രാവിലെ ഒരു 8 മണിക്ക്, അതായത് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം രാത്രി ഒരു 8 മണിക്ക് കുതിർത്ത് വെച്ചാൽ രാവിലെ ഒരു 8 മണിൻ്റെ മുമ്പായിട്ട് തന്നെ നല്ലപോലെ കഴുകി അരി വാരാനായിട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് ഇതിൻ്റെ വെള്ളമൊക്കെ കളയണം. ഇതിന് ഈ കപ്പിന് 2.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനൊരു കപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ 200 ഗ്രാം റൈസാണ്. 5 കപ്പാണ് 1 കിലോ നമുക്ക് എടുക്കാറുള്ളത്. അപ്പോൾ 2.5 കപ്പ് എന്നാൽ 1/2 കിലോ റൈസ് ഉണ്ടാവും. 1/2 കിലോ റൈസിലേക്ക് 350 ഗ്രാം ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരി ഇതുപോലെ ഡ്രൈ ആവണം. വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിൽ വെള്ളം ഉണ്ടായാൽ നമുക്ക് വെള്ളം കൂടിപ്പോകും നെയ്യപ്പത്തിൽ. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 2.5 കപ്പ് റൈസ്, അതായത് 500 ഗ്രാം റൈസിലേക്ക് 350 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 350 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്കൊരു പാനിലിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1 കപ്പിൽ വെള്ളത്തിലേറെ കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ഇടിച്ചെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് പാനിലിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കര അലിഞ്ഞു കിട്ടും. എന്നിട്ട് അതിൻ്റെ കച്ചറയൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് എടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ ഒരു 6-7 ഏലക്ക. നമുക്കിതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ആദ്യം ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരിയിൽ നിന്ന് പകുതി ഭാഗം റൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര നല്ല അരിച്ചെടുത്തതാണ്, കച്ചറയൊക്കെ ഒഴിവാക്കിയിട്ട് അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ്. അപ്പോൾ ഇത് ഓവർ ചൂടാറരുത്, ഒരു ഇളം ചൂടോട് കൂടി, അതായത് നമ്മൾ കൈ മുക്കിയാലും പൊള്ളാത്ത രീതിയിലുള്ള ഒരു ഇളം ചൂടോട് കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. അരിയുടെ താഴെ കണ്ട് ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ അരക്കുന്നത് നമ്മൾ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് അരക്കുന്നത്. ഇനി ജീരകത്തിൽ നിന്ന് പകുതി ഭാഗം ജീരകം, അര ടീസ്പൂൺ ജീരകവും ഏലക്കയുടെ തൊലി ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ് മാത്രം എടുക്കുക. തൊലി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അരയാതെ അങ്ങനെ അതിൻ്റെ ഇതൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നല്ല പൗഡറാക്കിയിട്ട് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇത് അരക്കുന്ന കൂട്ടത്തിൽ ഇടുകയാണെങ്കിൽ സീഡ്സ് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത്. ഇതാണ് ശരിക്ക് കറക്റ്റ് നെയ്യപ്പത്തിൻ്റെ പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാവ് വേണ്ടത്. ഞാൻ അടുത്ത അരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ശർക്കരപ്പാനി, ബാക്കിയുള്ള ശർക്കരപ്പാനി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള ജീരകവും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് ലൂസായിട്ട് അരച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഈ മാവ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൽ ഒന്ന് നൈസ് പൊടിയാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ പിന്നെ മൈദപ്പൊടി യൂസ് ചെയ്യുക. മൈദപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും ഇതിലേക്ക് ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട്.
ഞാൻ അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ പരുവത്തിൽ ആവണം നമുക്ക് മാവ്. അതിനുള്ള അത്ര പൊടി ഇട്ട് കൊടുക്കുക, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇത് അരച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് 2 മാവും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി കിട്ടും. നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇത് നല്ലൊരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നെയ്യപ്പം ആണല്ലോ, ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല പ്യുവർ ഗീ തന്നെ ഒഴിച്ചെടുക്കുക, പശുവിൻ നെയ്യ് തന്നെ ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും നെയ്യപ്പത്തിന്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടും പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ തവി വെച്ചിട്ട് ഇളക്കിയാലും മതി, സ്പൂണോ തവിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണമുണ്ട്. ഇതിലേക്ക് കറുത്ത എള്ളിട്ട് കൊടുക്കുക. എള്ളിട്ട ശേഷം ഇളക്കി കൊടുക്കൊന്നും വേണ്ട, നന്നായി ഒന്നത് അടച്ച് വെക്കുക. വിസ്കിലുള്ള മാവൊക്കെ തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് അടച്ച് വെക്കുക. അത് 8 മണിക്കൂർ മാറ്റി വെക്കണം. ഇനി വൈകുന്നേരമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. ഞാനത് രാവിലെ അരച്ച് വെച്ച മാവാണ്. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മാവ് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. ലൂസാക്കിയിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാൻ. ഇപ്പോൾ തന്നെ ഇനി ചുട്ടെടുക്കാം. കറക്റ്റ് മാവ് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നെയ്യപ്പം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വലിയ തീയും വെച്ച് കൊടുക്കരുത്, സിമ്മിലും ആക്കി കൊടുക്കരുത്. വലിയ തീയിലാക്കിയത് പെട്ടെന്ന് തന്നെ പുറത്തെ തൊലിയൊക്കെ കറുത്ത് പോവും, ഉള്ളറ്റ് വെന്ത് കിട്ടുകയില്ല. സിമ്മിലാക്കി കൊടുത്തത് ശരിക്കും പൊങ്ങി വരികയില്ല, എണ്ണ കൂടുതലായിട്ട് കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നെയ്യപ്പം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു കളറിൽ വേണം നമുക്ക് നെയ്യപ്പം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല. കുറച്ച് സമയം ഈ എണ്ണയിൽ തന്നെ കിടക്കണം, എന്നാലേ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉൾഭാഗത്ത് മാവൊക്കെ പച്ചയായിട്ട് കിടക്കും. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ നല്ല കളഞ്ഞിട്ട് വേണം പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. തീ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യേണ്ട. ഇനി ഇതിലുള്ള നെയ്യപ്പത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് വേണം വേറെ നെയ്യപ്പം ഒഴിക്കാനായിട്ട്, നെയ്യപ്പത്തിന് മാവ് ഒഴിക്കാനായിട്ട്. എണ്ണ എപ്പോഴും ക്ലീൻ ആവണം നെയ്യപ്പം ഒഴിച്ചെടുക്കുമ്പോൾ, മാവ് ഒഴിച്ചെടുക്കുമ്പോൾ. നമുക്ക് അടുത്ത മാവ് ഒഴിച്ചെടുക്കാം. ഇതുപോലെ ഒഴിച്ചെടുക്കുക. കുറച്ച് ഒരു 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത് പൊങ്ങി വരും. പൊങ്ങി വന്ന് ഒരു ഭാഗം നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. കുറച്ച് എണ്ണ അങ്ങനെ മുകൾ ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ മുകൾ ഭാഗം കൂടി പെട്ടെന്ന് വെന്തിട്ടും. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ നെയ്യപ്പവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാ നെയ്യപ്പവും ഇതുപോലെ ചുട്ടെടുക്കുക. ഇപ്പോൾ എല്ലാ നെയ്യപ്പവും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് 16 നെയ്യപ്പം ഇതേ വലുപ്പത്തിലുള്ളത് ഞാൻ ചുട്ടെടുത്ത്. ഒരു നെയ്യപ്പം ചെറുതുമാണ്. അങ്ങനെ മൊത്തം 17 നെയ്യപ്പമാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഈ ഒരു മാവ് കൊണ്ട്. അപ്പം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം, ഇതിൻ്റെ ഉൾഭാഗം വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. കണ്ടോ, നന്നായിട്ട് എല്ലാ ഭാഗവും നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത് നല്ല ക്ലീനായി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നെയ്യപ്പം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് നെയ്യപ്പം കിട്ടും. ഇതുവരെ നെയ്യപ്പം സക്സസ് ആവാത്തവരൊക്കെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് നെയ്യപ്പം കിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.